ദ സീസൺ ഓഫ് ഹാർവെസ്റ്റ്, കൊയ്ത്തിൻ്റെ കാലം എന്നാണ് ഈ കോൺഫറൻസിൻ്റെ തീം. ഞാൻ ആ തീമിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ തീം തിരഞ്ഞെടുത്തപ്പോൾ ഈ കോൺഫറൻസിൻ്റെ ഭാരവാഹികൾ എടുത്തിരിക്കുന്ന റെഫറൻസ് പോർഷൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് എനിക്കറിയാം. എന്നാൽ അവിടെ നിന്ന് അല്പം വ്യതിയാനം ചെയ്ത് പ്രോമിസ് മീ ഐ വിൽ നോട്ട് മൂവ് ഫ്രം ദ തീം, ആ തീമിനകത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ഭാഗത്തു നിന്ന് ഞാൻ ആ തീമിനോട് ചേർന്ന് ചില ചിന്തകളെ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നാം ഭൂമിയിലേക്ക് നോക്കിയാൽ, പ്രകൃതിയിലേക്ക് നോക്കിയാൽ, പ്രകൃതിക്കെല്ലാം അതിൻ്റേതായ തത്വങ്ങളുണ്ട്. ഫിസിക്കൽ നേച്ചേഴ്സ് ഉണ്ട്, ഫിസിക്കൽ ലോ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്ന കൃഷിയോടുള്ള ബന്ധത്തിൽ, അഗ്രികൾച്ചറിനോടുള്ള ബന്ധത്തിൽ, അതിനോട് നോക്കുമ്പോൾ അതിൻ്റേതായ കാലങ്ങളുണ്ട്. ഇന്നലെ പകൽക്കാലം അലക്സച്ചായം പറഞ്ഞു, ഞാനൊരു കൃഷി കുടുംബത്തിൽ ജനിച്ച ആളാണ്. സാംബാസ്റ്റർ പറഞ്ഞു, തൻ്റെ പിതാവ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കർഷകനായിരുന്നെന്ന് പറഞ്ഞു. ഇതിലിരിക്കുന്ന പലർക്കും പറയുവാനുണ്ട്, കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് വന്ന നമുക്കൊക്കെ പറയുവാനുണ്ട്. മണ്ണിനോട് പോരാടിയ കഥകൾ നാം കേട്ടിട്ടുണ്ട്, മണ്ണിൽ നിന്ന് നാം ഫലം പുറപ്പെടുവിച്ച കഥകൾ കേൾക്കാനുണ്ട്. അവർക്കൊക്കെ പറയുവാനുള്ള ഒന്നുണ്ട്, കൃഷി ചെയ്യുമ്പോൾ നാം ഒരു ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ, കൃഷി നാം വിതയ്ക്കുന്നത് ഒരു ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു നിയമമുണ്ട്, അതിനൊരു തത്വമുണ്ട്. അത് ഏതെങ്കിലും സമയത്ത് വിത്ത് വിതച്ചാൽ പോരാ, ഏതെങ്കിലും സമയത്ത് നിലമൊരുക്കിയാൽ പോരാ. നിലമൊരുക്കുന്നതിനൊരു സമയം, വിത്ത് വിതയ്ക്കുന്നതിനൊരു സമയം, വിത്ത് പാകാനൊരു സമയം, വളമിടാനൊരു സമയം, കൊയ്യാനൊരു സമയം, അതിൻ്റേതായ ലോ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ സെർമന് ഇങ്ങനെ ടൈറ്റിൽ കൊടുത്ത് തുടങ്ങുവാൻ ആഗ്രഹിക്കുക. ഇഫ് ദർ ഈസ് എ സീസൺ ഫോർ ഹാർവെസ്റ്റ്, ദർ ഈസ് എ ലോ ഫോർ ഹാർവെസ്റ്റ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ഒരു കൊയ്ത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കൊയ്ത്ത് ആകുന്നതിന് മുമ്പേ കൃഷിക്ക് ചില നിയമങ്ങളുണ്ട്. നാം നിയമങ്ങളെ പാലിച്ച് കൃഷികളെ ചെയ്യുമെങ്കിൽ, ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യുമെങ്കിൽ, ചെയ്യേണ്ടുന്നത് കാലാകാലങ്ങളിൽ ചെയ്യുമെങ്കിൽ, തക്ക സമയത്ത് നമുക്ക് ഫലം തന്ന് ഒരു ഹല്ലേലൂയ ഹാർവെസ്റ്റ് തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗ്ഗത്തെ ദൈവത്തെയാണ് നാം ആഗ്രഹിക്കുന്നത്, സേവിക്കുന്നത്. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ഞാൻ ഗലാത്യ ലേഖനം 6-ാം അധ്യായം, ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 7 to 10 വായിക്കാൻ, അവിടെ നിന്നാണ് ചില ചിന്തകൾ നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം, അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം, ശബ്ദമുയർത്തി വായിക്കാം. ആ ഭാഗത്ത് നിന്ന് 3-4 ഹാർവെസ്റ്റ് ലോ പറഞ്ഞ് ഇന്ന് സെഷൻ കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ 6-ാം അധ്യായത്തിലേക്ക് 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് 2 വാണിങ് 7-ാം വാക്യത്തിൻ്റെ ആദ്യം പറഞ്ഞിട്ട് പൗലോസ് അവിടെ ഒരു തത്വം അവിടെ വെളിപ്പെടുത്തുക. 2 വാണിങ് അവിടെ പറഞ്ഞിരിക്കുക. ഒന്ന്, വഞ്ചനപ്പെടാതിരിപ്പീൻ. രണ്ടാമത്തെ കാര്യം അവിടെ പറയുകയാണ്, ദൈവത്തെ പരിഹസിച്ചുകൂടാ. എന്നിട്ട് അടുത്ത വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പ് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഒന്നാമത്തെ ലോ എന്താണെന്നറിയാമോ? അഗ്രികൾച്ചറൽ ഒന്നാമത്തെ ലോ എന്താണെന്നറിയാമോ? വാട്ട് എവർ യു സോ യു വിൽ റീപ്പ്. നിങ്ങൾ എന്താണോ കൊയ്യുന്നത്, നാം എന്താണോ കൊയ്യുന്നത്, അത് തന്നെ കൊയ്യും. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലുള്ളവർ പറയും, മത്തം കുത്തിവെച്ചേച്ച് കുമ്പളം മുളയ്ക്കുമെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല അല്ലേ? നമ്മളിപ്പം കാനഡയുടെ കോണ്ടെക്സ്റ്റ് നമ്മളെല്ലാം ഗാർഡനിങ് തുടങ്ങി, നമ്മൾ അല്പം ബാക്ക് യാർഡിലൊക്കെ കൃഷി തുടങ്ങി. നമ്മളാരും പംകിൻ സീഡ് കുഴിച്ചു വെച്ചേച്ച് പൊട്ടറ്റോ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമ്മൾ തക്കാളിയുടെ അരിയിട്ടിട്ട് ബീൻസ് ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? സുഖീനിയുടെ അരിയിട്ടിട്ട് തക്കാളി ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അഗ്രികൾച്ചറൽ ലോ എന്താണെന്നറിയാമോ? അഗ്രികൾച്ചറൽ റൂൾ എന്താണെന്നറിയാമോ? വാട്ട് എവർ യു സോ you will reap the same thing. Hallelujah. പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മൾ വിതയ്ക്കുന്നതാ നാം ഈ ദിവസങ്ങളിൽ കൊയ്യുവാൻ വേണ്ടി ഇടയായി തീരുന്നതാ. പകൽക്കാലം ഈ മെസ്സേജ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ദൈവജനത്തെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഹാർവെസ്റ്റ് എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഓർമ്മിപ്പിച്ചു തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് വിതയ്ക്കുവാൻ തയ്യാറാകുമോ, നാം എന്ത് വിതയ്ക്കുവാൻ തീരുമാനമെടുക്കുമോ, നാം എന്ത് വിതയ്ക്കുമോ, നാം അത് തന്നെ കൊയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ.
ഇന്നലെ സാംബാസ്റ്റർ ഇൻട്രൊഡക്ഷൻ മെസ്സേജിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ പിതാവ് കൃഷിക്ക് വേണ്ടി താൻ അതിനുള്ള കാര്യങ്ങളെ നോക്കുവാൻ പോകുമ്പോൾ താൻ പോയി നോക്കി തിരഞ്ഞെടുത്ത് ഇത് നല്ലതാണോ, ഇത് വിതയ്ക്കുവാൻ കൊള്ളാമോ ഇല്ലയോ, ഇത് വിതച്ചാൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഫലമുണ്ടാകുമോ എന്ന് അതിനെ ഒന്ന് പരിശോധിച്ച് നോക്കി താൻ ഒരു തീരുമാനമെടുത്ത് കൃഷി ഇറക്കുന്ന ഒരു കർഷകനാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുക, കുഞ്ഞെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, the decision that we make, the commitment that we make, the direction that we make, that will determine the harvest that is coming to you. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഓർക്കണം, നാം വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യുവാൻ വേണ്ടി ഇടയായി തീരും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്, മത്തം കുത്തി വെച്ചേച്ച് കുമ്പളം കിളിക്കുമെന്ന് വിചാരിച്ചാൽ വഞ്ചനപ്പെടരുത്, നാം ദൈവത്തെ വഞ്ചിക്കുകയാ. ഹല്ലേലൂയ. നാം ഒരു പക്ഷേ വിശ്വാസി എന്ന പേര് നമുക്കുണ്ടായിരിക്കാം, അഭിഷേകം പ്രാപിച്ചവരെന്ന് പേരുണ്ടായിരിക്കാം, വേർപെട്ട് ആരാധിക്കുന്ന ക്രിസ്തീയ സമൂഹമെന്ന് നമുക്ക് പേരുണ്ടായിരിക്കാം. ഇന്ന് പകൽക്കാലം ഓർക്കേണ്ടുന്നത്, ഞാൻ വിതയ്ക്കുന്നത് ഞാൻ കൊയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ എടുക്കുന്ന ഡിസിഷൻ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ, ഞാൻ എടുക്കുന്ന കമ്മിറ്റ്മെന്റ്, എൻ്റെ കർത്താവ് നല്ലത് വിതയ്ക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് ദൈവകരങ്ങളിലേക്ക് തീരുമാനിക്കണം. ഹല്ലേലൂയ. അടുത്ത വാക്യം 8-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. Can you please put that posting up? The ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യും. You have only two options. You have only two choice. There is no third choice. Either you are sowing in your flesh or you are sowing in the Spirit. Let the Western Pentecostal Conference stir up our heart. Ask ourselves, God, am I sowing in flesh or am I sowing in the Spirit? Hallelujah. നാം ജഡത്തിൽ വിതച്ചാൽ നാം കൊയ്യുന്ന എന്താണ്? ജഡം കൊയ്യും, നിത്യനാശം കൊയ്യും. എന്നാൽ നാം ആത്മാവിൽ വിതയ്ക്കുന്നോ, ആത്മാവിനെ കൊയ്യുവാൻ വേണ്ടി ഇടയായി തീരും. ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്ന പകൽക്കാലമായി തീരട്ടെ. കർത്താവേ, where am I spending my time? Where am I spending my money? Where am I spending my energy? Where am I spending my talent? Where am I spending all that you have given in my life? God, help me to invest in the right place. ഇന്ന് പകൽക്കാലം നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലം എവിടെങ്കിലും മാറി കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വന്നിട്ട് പറ, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് ആത്മാവിൽ വിതയ്ക്കുവാൻ കർത്താവേ നീ എന്നെ ശക്തീകരിക്കണം. എൻ്റെ ഡിസ്പ്ലേസ്ഡ് ആയി കിടക്കുന്നതിനെല്ലാം ഒന്ന് മടക്കി കൊണ്ടുവന്ന് ഈ ദിവസങ്ങളിൽ നിത്യജീവനെ കൊയ്യുവാൻ തക്കവണ്ണം ജഡത്തിൽ വിതയ്ക്കുവാനല്ല, ആത്മാവിൽ വിതയ്ക്കുവാൻ നീ എന്നെ ശക്തീകരിക്കണമെന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ. നമ്മെ ഹല്ലേലൂയ ആത്മാവിൽ ഫലം പുറപ്പെടുവിക്കുവാൻ സഹായിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുക, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. You have only two choice. All those who are sitting here, you have only two choice. Either you are sowing in the flesh or you are sowing in the Spirit. Can we examine this morning? God, in the last few days, few months, for many years, the outcome that I'm seeing today, maybe because I was sowing all these days in my flesh, but this is a conference where I'm coming back, recognizing that I've been investing in a wrong place, but I want to change my priority. I want to start sowing in the Spirit so that I will be able to reap what you have intended for me. Hallelujah. രണ്ടാമത്തെ നിയമം എന്താണെന്നറിയാമോ? ജഡത്തിൽ വിതച്ചാൽ നാശം കൊയ്യും, എന്നാൽ ആത്മാവിൽ വിതച്ചാൽ നിത്യജീവനെ കൊയ്യും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് എക്സൈറ്റഡ് ആണ്, എത്ര പേർക്ക് താല്പര്യമുണ്ട്? കർത്താവേ, ആത്മാവിൽ വിതയ്ക്കുവാൻ, കർത്താവേ, ആത്മാവിൽ കൊയ്യുവാൻ, ആത്മാവിൽ ചിലതിനെ നേടുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ ലോ എന്താണെന്നറിയാമോ? അഗ്രികൾച്ചറൽ ലോ, ഹാർവെസ്റ്റ് ലോ. മൂന്നാമത്തെ, we sow little but we reap a lot. ഒരിച്ചിരി ശകലം കൊണ്ട് വിതച്ചാൽ മതി, അല്ലേ? അത് ഒത്തിരി നമുക്ക് കൊയ്യാൻ പറ്റും. ഈ ചീര നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കനേഡിയൻ കോണ്ടെക്സ്റ്റിൽ ചീര പെട്ടെന്ന് വളരും, അല്ലേ? ചീര നമ്മുടെ ബാക്ക്യാർഡിൽ കൊണ്ടുവന്ന് നട്ടാൽ ചീര വളരും. നാട്ടിൽ നിന്ന് ചീരയേരി കൊണ്ടുവന്ന് കാനഡയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചീര വളർത്തിയവരുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ചീര എന്തുമാത്രം, ഒരു കൊട്ട ചീര വല്ലതും നമ്മൾ ചീരയേരി വല്ലതും നാട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? ഒരു പിടി ചീര അങ്ങോട്ട് ഇട്ടാൽ മതി, എന്താ ഉണ്ടാകും?
ആ ദേശം മുഴുവൻ ചീരയുണ്ടാകും. നെല്ല് വിതയ്ക്കുമ്പോൾ ഒരു കൊട്ടയ്ക്കകത്തിലെ നെല്ല് വിതച്ചാൽ മതി, ഒരു പുഞ്ചപ്പാടം മുഴുവൻ കൊയ്യാനുള്ള ഞാറ് അതിനകത്ത് നിന്നുണ്ടാവും അല്ലേ? ഹല്ലേലൂയ. രണ്ടാമത്തെ നിയമം എന്താണെന്നറിയാമോ? യു സോ ലിറ്റിൽ ബട്ട് യു ക്യാൻ റീപ്പ് എ ലോട്ട്. അത് രണ്ടിനകത്തിലും ബാധകമാകട്ടെ. ഈ രണ്ട് ഞാൻ കാണിച്ച ആ പിക്ചർ നിങ്ങളുടെ മനസ്സിരിക്കണം. ആ രണ്ടിനകത്തും ബാധകമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഫ്ലഷിൽ വിതയ്ക്കുമ്പോൾ സംടൈംസ് we sow in flesh. Maybe it is such a small thing, but the harvest will be big enough. It makes such a big damage. But we need to think these days, കർത്താവേ, ഞങ്ങൾ ജഡത്തിൽ ചിലത് വിതയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ കാര്യമാണ്, ചെറിയൊരു വിഷയമാണ്, പക്ഷെ അത് പെരുത്തെന്തായി തീരും? വലിയ വിഷയങ്ങളായി തീരും. ഹല്ലേലൂയ. പക്ഷേ അതർ സൈഡിൽ പറയട്ടെ, ദൈവത്തിലെ നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരി, ഒരു ചെറിയ കൈകൊടുപ്പ്, ഒരു ചെറിയ പ്രാർത്ഥന, ഹല്ലേലൂയ, യു സോ ലിറ്റിൽ യു വിൽ റീപ്പ് എ ലോട്ട്. ഇന്ന് ഈ ദിവസകാലം പറയാമോ, കർത്താവേ എനിക്ക് ശക്തിയില്ലെങ്കിലും, അതുകൊണ്ട് ഫിലദൽഫിയ സഭയോട് ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു പറയുക, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ വചനം നിഷേധിച്ചില്ല. ഇന്ന് പകൽക്കാലം പറയാമോ, കർത്താവേ എൻ്റെ പക്കൽ അല്പമേ ഉള്ളൂ, ആ അല്പമുള്ളത് ആത്മാവിൽ വിതയ്ക്കുവാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. നിന്റെ അല്പം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരുമെങ്കിൽ, നിന്റെ ആ ചെറുത് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരുമെങ്കിൽ, അതിനെ വലിയ ഹാർവസ്റ്റ് ആക്കി തീർക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. Let us examine where we are sowing these days. കർത്താവ്, ഞാൻ ആത്മാവിലാണോ വിതയ്ക്കുന്നത്, ജഡത്തിലാണോ വിതയ്ക്കുന്നത്? കർത്താവ്, ഞാൻ അല്പം വിതച്ച് അതെനിക്ക് നാശമായി തീരാതെ, ഞാൻ വിതയ്ക്കുന്ന അല്പം എൻ്റെ ജീവിതത്തിൽ നന്മയായി തീരുവാൻ, എൻ്റെ തലമുറയ്ക്ക്, എൻ്റെ ജനറേഷന് നന്മയായി തീരുവാൻ, ഞാൻ വിതയ്ക്കുന്ന അല്പം അത് ഈ ദിവസങ്ങളിൽ ആത്മാവിൽ വിതയ്ക്കുവാൻ കർത്താവ് നീ എന്നെ ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇനി ഇതിൻ്റെ ഞാൻ മറ്റൊരു വശം ഞാൻ നിങ്ങളോട് പറയാം. മറ്റൊരു വശം, ഹല്ലേലൂയ, ചിലപ്പോൾ നമ്മൾ ഒത്തിരി വിതയ്ക്കും, പക്ഷേ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാമോ? വളരെ കുറച്ചേ കാണത്തുള്ളൂ. കനേഡിയൻ കോണ്ടെക്സ്റ്റിലേക്ക് വളരെ കറക്റ്റാണ്. നമ്മൾ ചിലപ്പോൾ ഒത്തിരി വിതയ്ക്കും, ഒത്തിരി കഷ്ടപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ ഒരു സമൂഹത്തെ ഞാൻ കാണിച്ചു തരാം. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രവാസത്തിലായിരുന്ന ജനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു. അവരാലയം പണിയാൻ തുടങ്ങി. ആലയം പണിയൊക്കെ തുടങ്ങി, മരങ്ങളൊക്കെ വെട്ടി അടിസ്ഥാനമെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർ പറഞ്ഞു, ഇനി ആലയം അവിടെ കിടക്കട്ടെ, നമുക്ക് എന്തോ ചെയ്യാം, നമ്മുടെ വീട് പണിയാമെന്ന് പറഞ്ഞ് ആൾക്കാർ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഹഗ്ഗായി ചാപ്റ്റർ 1:6. നോക്കണേ, നമ്മുടെ വിതയും കൊയ്ത്തും തമ്മിലുള്ള ബന്ധത്തിൽ ഹഗ്ഗായി പ്രവാചകൻ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനത്തോട് വിളിച്ചു പറയുക, നിങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട്? നിങ്ങൾ വളരെ വിതയ്ക്കുന്നുണ്ട്, പക്ഷെ എന്തോ സംഭവിക്കുന്നുള്ളൂ? അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. അടുത്തത്, നിങ്ങൾ ഇഷ്ടം പോലെ ഭക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ ഉള്ള ആൾക്കാരിൽ ഐ എം ഷുവർ നിങ്ങളുടെ മോർ ദാൻ 80% ഓഫ് ആൾക്കാരുടെ വീട്ടിൽ മിനിമം 2 ഫ്രിഡ്ജുണ്ട്, ഒരു ഫ്രീസറും കാണും. ഇഷ്ടം പോലെ ഫുഡുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് A&W വേണോ, മക്ഡൊണാൾഡ്സ് വേണോ, ടിം ഹോട്ടൻസ് വേണോ, ഓപ്ഷൻസ് ആൻഡ് ഓപ്ഷൻസ് ആൻഡ് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഭക്ഷിച്ചിട്ട് പൂർത്തി വരുന്നില്ല. അടുത്തത്, പാനം ചെയ്യുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, പക്ഷെ എന്തോ ചെയ്യുന്നുണ്ട്? ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. അടുത്തെന്താണ്? ഏതെല്ലാം ബ്രാൻഡിലെ വസ്ത്രം വേണം? നമ്മുടെ വാർഡ്രോബ് തുറന്നു നോക്കിയാൽ ഏതെല്ലാം ബ്രാൻഡിലെ വസ്ത്രം വേണം, പക്ഷെ എത്ര വസ്ത്രം ധരിച്ചിട്ടും എന്താ പ്രശ്നം എന്നറിയാവോ? ഇതിനകത്തെ കുളിര് മാറുന്നില്ല, ഇതിനകത്തൊരു ചൂടില്ല, നിന്റെ ആത്മാവിന് ചൂടില്ല, തണുപ്പാണ്. എത്ര വസ്ത്രം ധരിച്ചിട്ടും തണുപ്പ് മാറുന്നില്ല. അടുത്തെന്താ എഴുതിയേക്കുന്നേ? കൂലിക്കാരൻ ഇതിനെല്ലാം ഒരു ഓട്ടം, ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഈ സഞ്ചിക്കകത്ത് എന്തോ ഉണ്ട്? ഒരു ഓട്ടയുണ്ട്. ഒരു കൂലിക്കാരൻ ഓട്ട സഞ്ചിക്കകത്തിൽ ഇടുന്നത് പോലെയാ. ചെക്കിങ്ങിൽ നിന്ന് എടുത്ത് ക്രെഡിറ്റിലോട്ട് ഇടും, ക്രെഡിറ്റിൽ നിന്ന് എടുത്ത് ലൈൻ ഓഫ് ക്രെഡിറ്റിലോട്ട് ഇടും, ലൈൻ ഓഫ് ക്രെഡിറ്റിൽ നിന്ന് എടുത്ത് ക്രെഡിറ്റ് കാർഡ് അടയ്ക്കും, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്ത് ഈ കറക്കമല്ലേ? ഈ കറക്കം എവിടെയോ ഒരു ഓട്ട സഞ്ചിയുണ്ട്. പ്രവാചകൻ വിളിച്ചു പറയും, എവിടെയോ ഒരു ഓട്ട സഞ്ചിയുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങളുടെ മലയിൽ ചെന്ന്
മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാൻ നിങ്ങളിൽ പ്രസാദിച്ച് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. പ്രയോറിറ്റി ഡിസ്പ്ലേസ്ഡ് ആയി കിടന്ന ഒരു സമൂഹം, ദൈവം അവരെ ആലയം പണിയാൻ വിളിച്ചിട്ട്, ദൈവം അവരെ ഹല്ലേലൂയ ആലയത്തിന്റെ പണി പൂർത്തിയാക്കുവാൻ വിളിച്ചിട്ട്, ആലയത്തെ നോക്കി ബാബേൽ നദീതീരത്തിരുന്ന് കരഞ്ഞ ഒരു സമൂഹത്തെ മടക്കിക്കൊണ്ടുവന്ന ജനം ഇപ്പോൾ അവരുടെ പ്രയോറിറ്റി വിട്ട് തങ്ങളുടെ വീട് പണിയാൻ പോയിരിക്കുമ്പോൾ, ആലയം ശൂന്യമായിരിക്കെ തട്ടിട്ട വീടിൽ പാർക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി ഹഗ്ഗായി പ്രവാചകൻ വിളിച്ചു പറയുകയാ, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അവസ്ഥ മാറ്റാൻ പോവുകയാ. ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ പ്രയോറിറ്റി മാറട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തട്ടെ. ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, ദൈവാലോചനകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, ദൈവവചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം മാറട്ടെ. മടങ്ങി വാ, ആരാധനയിലേക്ക്, ആലയത്തിലേക്ക് മടങ്ങി വരുവാൻ ഹഗ്ഗായി പ്രവാചകൻ വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പറയുകയാ, ഞാൻ നിങ്ങളെ ആലയത്തിന്റെ പുഷ്ടി കൊണ്ട് തൃപ്തി വരുത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, പുഷ്ടി മക്ഡൊണാൾഡ്സിലല്ല, ANWയിലല്ല, ആലയത്തിന്റെ അകത്ത് നിനക്ക് തരുന്ന ഒരു പുഷ്ടിയുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും, കർത്താവേ എനിക്ക് ആ പുഷ്ടി വേണം. ഹല്ലേലൂയ. വളരെ വിതച്ചിട്ടും അല്പമേ ഉള്ളൂ, ഒത്തിരി ഭക്ഷിച്ചിട്ടും തൃപ്തി വരുന്നില്ല, ഒരുപാട് പാനം ചെയ്തിട്ടും എനിക്ക് കർത്താവേ തൃപ്തിയാവുന്നില്ല, ഒരുപാട് വസ്ത്രം ധരിച്ചിട്ടും കുളിര് മാറുന്നില്ല. ഓട്ടക്കാരൻ്റെ ഓട്ടസഞ്ചി പോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുക, അവൻ ചില ഓട്ടസഞ്ചികളെ അടയ്ക്കുവാൻ ശക്തിയുള്ള കർത്താവാ. നീ ഒന്ന് പ്രയോറിറ്റി മാറ്റാൻ തയ്യാറായിക്കേ. ഡിസ്പ്ലേസ്ഡ് ആയി കിടക്കുന്ന നിന്റെ പ്രയോറിറ്റി ഒന്ന് ചേഞ്ച് ചെയ്തേ. ആലയത്തിലേക്ക് മടങ്ങി വന്നേ, ആരാധനയിലേക്ക് മടങ്ങി വാ. ആലയത്തിൻ്റെ പുഷ്ടി ഈ ദിവസങ്ങളെ നമ്മെ തൃപ്തിയുള്ളവരാക്കി തീർക്കും. ഹല്ലേലൂയ. കാനഡയിലെ എത്ര നല്ല ഫുഡ് കഴിച്ചാലും തൃപ്തി വരത്തില്ല. പക്ഷെ ഈ ആലയത്തിൻ്റെ അകത്ത് കടന്നു വന്ന് നാം ഒരുമിച്ച് പാനം ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ മേശയോട് അടുക്കുമ്പോൾ, പാട്ടുകളെ പാടി ആരാധിക്കുമ്പോൾ അത് തരുന്ന ഒരു തൃപ്തിയുണ്ട്. ആ തൃപ്തി അനുഭവിച്ച ദൈവജനം ഇന്ന് പകൽക്കാലം കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? കർത്താവ്, നീ കഴിഞ്ഞ നാളുകളിൽ തന്ന തൃപ്തിക്കായി സ്തോത്രം. ഈ ലോകം തരാത്ത തൃപ്തി, ഈ ലോകം തരാത്ത സന്തോഷം, ആലയത്തിലെ തൃപ്തി കൊണ്ട് നീ എന്നെ നിറച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഹഗ്ഗായി പ്രവാചകൻ വിളിച്ചു പറയുക, നിങ്ങൾ ഒരുപാട് വിതച്ചു, പക്ഷേ അല്പമേ കൊണ്ടുവന്നുള്ളൂ. ദൈവം അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുക. അവരുടെ പ്രയോറിറ്റി മാറിയപ്പോൾ, ഡിസ്പ്ലേസ്ഡ് ആയി കിടന്നത് പലതും മാറിയപ്പോൾ ദൈവം അവരെ മടക്കി കൊണ്ടുവരികയാ. ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രിൻസിപ്പിള് എന്താണെന്നറിയാമോ? ഈ വിതയ്ക്കുന്നവൻ വിതച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ കാത്തിരിക്കും. ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇതെടുത്ത് നിലത്ത് വാരി എറിയുമ്പോൾ, ഈ വിത്തെടുത്ത് വാരി എറിയുമ്പോൾ അവർ വിചാരിക്കും, കർത്താവ്, എൻ്റെ കയ്യിൽ എൻ്റെ പത്തായത്തിലിരുന്ന നല്ല വിത്താണ് ഞാൻ ഈ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞത്. പക്ഷേ ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം, കൃഷിക്കാർക്കറിയാം, ഒരു വാഴ കൊണ്ടുവന്ന് മാറ്റി കുത്തി വെച്ചാൽ, ചീര കൊണ്ടുവന്ന് വെച്ചാൽ, എബിയോടും രേഷ്മയോടും ഒക്കെ ചോദിച്ചാൽ, ഒരു ചീര കൃഷിയുടെ വലിയ ആൾക്കാരാ, കൃഷി അവിടെ ചീര കൊണ്ട് നട്ടേച്ച് അവർ നമ്മൾ നോക്കിയിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ കാണാത്ത മണ്ഡലത്തിൽ ഒരു ഗ്രോത്ത് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കർത്താവ് കൃഷിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഒരു പാരബിള്, മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൻ്റെ 24 തൊട്ടുള്ള വാക്യങ്ങൾ, മാത്യു ചാപ്റ്റർ 13 വേഴ്സസ് 24 ഓൺവേർഡ്സ് നമ്മൾ വായിക്കുമ്പോൾ, കർത്താവ് ദൈവരാജ്യം എന്തെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി അവരോടൊരു ഉപമ പറയുന്നുണ്ട് അവിടെ. അവിടെ എഴുതിയിരിക്കുകയാണ്, മനുഷ്യപുത്രൻ സ്വർഗരാജ്യം എന്തെന്ന് പഠിപ്പിക്കേണ്ടതിന് ഒരു നല്ല വിത്ത് വിതച്ച ഒരു മനുഷ്യനോട് ഉപമ പറയുക. 25-ാമത്തെ വാക്യം നോക്കിക്കേ. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച്. പക്ഷേ ഈ നല്ല ഗോതമ്പിന്റെ, നല്ല സീഡിന്റെ ഇടയ്ക്ക് ശത്രുവായവൻ എന്തോ ചെയ്തു? കൊണ്ടുവന്ന ചില കള വിതച്ചേച്ചു പോയി. അടുത്ത വാക്യം, ഞാറു വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അടുത്ത വാക്യം, അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അവിടെ ദാസൻ ചോദിക്കുക, കർത്താവ്, ഞങ്ങൾ നല്ല വിത്തല്ലയോ വിതച്ചത്, പക്ഷെ ഈ കള എവിടുന്നാ വന്നേ? ഈ വചനം ഭാവിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ ഇതിനകത്തിരിക്കുന്ന ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഈ കള എവിടുന്നാ വന്നേ? എവിടുന്നാ ഈ സാധനം കയറി വന്നേ?
ഞങ്ങൾക്കറിയത്തില്ല ഈ കള എവിടുന്നാ വന്നെന്ന്. അടുത്ത ചോദ്യം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ആ, ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ. അപ്പൊ ദാസന്മാർ ചോദിച്ചു, ഞങ്ങൾ ഒരു കാര്യം ചെയ്യട്ടെ യജമാനനെ, ഞങ്ങൾ പോയി ഈ കള പറിച്ചു കളയട്ടെ എന്ന് ചോദിച്ചു. പറിച്ചു കളയാൻ അനുവാദം കൊടുത്തെന്നാണോ എഴുതിയേക്കുന്നത്? അതിനവനില്ല. പക്ഷെ കള പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതാ ദൈവമക്കളെ ദൂത്. ഇല്ല, കള പറിക്കാൻ വരട്ടെ. ഇതിനകത്തിരിക്കുന്ന ചിലരൊക്കെ ചില ചോദ്യങ്ങളുമായിട്ട് ഇരിപ്പുണ്ട്. കർത്താവേ, എങ്ങനെയാണ് ഈ കള കയറി വന്നത്? എങ്ങനെയാണ് ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നത്? എന്തുകൊണ്ട് എൻ്റെ ഈ പ്രശ്നം ജീവിതത്തിൽ കടന്നു വന്നു? എന്തുകൊണ്ട് നീ കള പറിച്ചു കളയുന്നില്ല? നീ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചവൻ, രാജാതിരാജാവ്, കർത്താവ്, നിനക്ക് ഈ കള പറിച്ചു കളയുവാൻ കഴിയത്തില്ലയോ എന്നുള്ള ചോദ്യങ്ങൾ നാളുകളായി ചോദിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷെ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ഉത്തരം ഇതാണ്: കുഞ്ഞെ, ദൈവത്തിന് കള പറിച്ചു കളയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷേ ഒരുപക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നെ പറിച്ചു കളയാതെ, നിന്നെ ഉറപ്പോടെ ഈ പട്ടണത്തിൽ നിർത്തുവാൻ വേണ്ടി കർത്താവിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? കള പറിച്ചു കളയുക എന്നുള്ളതല്ല, നിന്റെ വളർച്ചയാ ദൈവത്തിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. God's desire is your growth, not take away the weed. Hallelujah. God's priority is you sprouting, you growing, you coming excellent in the city, not taking out the weed. Not because he cannot take the weed out. കർത്താവിന് കള പറിച്ചു കളയാൻ അറിയാം. ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, കുഞ്ഞെ, എനിക്ക് കള പറിച്ചു കളയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷേ നിന്റെ ഗ്രോത്ത് ആണ് എനിക്ക് പ്രയോറിറ്റി. അതുകൊണ്ട് ഞാൻ നിന്നെ ചിലയിടത്ത് നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. എന്നെ വളരെ സന്തോഷിപ്പിച്ച ആ ഭാഗത്തെ വാക്യം, 26-ാമത്തെ വാക്യം. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കേ. 26-ാമത്തെ വാക്യം. ഞാറ് വളർന്നു. കേട്ടോ, ഞാറ് വളർന്നു. എന്തിന്റെ നടുവിലാണ് ഈ ഞാറ് വളർന്നത്? കളയുടെ നടുവിൽ. കർത്താവ് കള പറിച്ചു കളഞ്ഞായിരുന്നോ? ഇല്ല. ആ കള അവിടെ കിടക്കട്ടെ. ആ കള അവിടെ കിടന്നതിന്റെ നടുവിൽ അവിടെ എഴുതിയിരിക്കുക, ഞാറ് വളർന്നെങ്കിൽ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക, കർത്താവേ, ഞാനിവിടെ നിൽക്കുമോ, വളരുമോ, മുരടിച്ചു പോകുമോ എന്നൊക്കെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക, കള അവിടെ കിടക്കട്ടെ. ആ കളയുടെ നടുവിലും നിന്നെ വളർത്തുമാറാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്നെ വളർത്തുന്ന കർത്താവേ, എൻ്റെ കളയുടെ നടുവിലും എന്നെ വളർത്തുന്ന എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഞാറ് വളർന്നെന്ന് മാത്രമല്ല, അടുത്ത എന്തും കൂടെ സംഭവിച്ചു. കതിരായപ്പോൾ ചിലതിനെ കതിര് വെപ്പിക്കുവാൻ, ചിലതിനെ സ്പ്രൗട്ട് ചെയ്യിക്കുവാൻ, ചിലതിനെ ഫലത്തിൻ്റെ പൂർത്തിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തെ, ആ ദൈവത്തിലെ ഞാനും നിങ്ങളും സേവിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചില കളകളെ കണ്ട് നീ ഭാരപ്പെടരുത്, ചില വീഡ്സിനെ കണ്ട് നീ ഭാരപ്പെടരുത്, ചില പ്രതികൂലം കണ്ട് ഭാരപ്പെടരുത്. പ്രതികൂലങ്ങൾക്കപ്പുറമായി നിന്നെ വളർത്തിക്കൊണ്ടുവരുന്ന, നിന്നെ ഹല്ലേലൂയ സ്പ്രൗട്ട് ചെയ്യിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ. നിന്നെ വിതച്ചത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, നിന്നെ ഈ പട്ടണത്തിൽ കൊണ്ട് നട്ടത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, നിന്നെ വളർത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. ആ ദൈവപ്രവർത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ ടൈം ഓൾമോസ്റ്റ് അവസാനിച്ചു. കമ്മിങ് ബാക്ക് ടു ദ ഗലേഷ്യൻസ് ചാപ്റ്റർ 6, ഗലാത്യ ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതിൻ്റെ 9-ാമത്തെ വാക്യം. നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. പൗലോസ് അവിടെ എഴുതിപ്പിക്കുക, നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത്. എന്നിട്ട് അടുത്ത് എഴുതിയിരിക്കുക, എന്താ എഴുതിയേക്കുന്നേ? നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത്. ആ തക്ക സമയത്തെ എത്ര പേര് ഇന്ന് പകൽക്കാലം ഫീൽ ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. ആ തക്ക സമയത്തിന് കൊടുത്തിരിക്കുന്ന മൂലഭാഷയിലെ പദം എന്നറിയാമോ? കൈറോസ് എന്ന പദമാണ്. കൈറോസ്. തക്ക സമയത്ത് നമുക്കൊരു കൊയ്ത്തിനെ തരുന്ന സ്വർഗത്തിലെ ദൈവം. ജീവിതത്തിൻ്റെ പ്രതികൂലത്തിന് നടുവിൽ ദൈവമക്കളെ പലപ്പോഴും മടുത്തു പോയേക്കാം, തളർന്നു പോയേക്കാം. തളർന്നു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു പോയേക്കാം. ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം ചിലരൊക്കെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുവാനുള്ളത് ഇതാണ്: കർത്താവിൻ്റെ തക്ക സമയത്തിന് വേണ്ടി ചിലർ കാത്തിരിക്കുമെങ്കിൽ, കർത്താവിൻ്റെ തക്ക സമയത്തിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യുമെങ്കിൽ, നിന്റെ ചുറ്റുപാടും എത്ര കള കിടക്കട്ടെ, എത്ര പ്രശ്നം കിടക്കട്ടെ, തക്ക സമയത്ത് നിന്നെ പൊട്ടിക്കളിപ്പിക്കുന്ന, തക്ക സമയത്ത് നിന്നെ നാം വിട്ട് മുകളിലേക്ക് ഉയർത്തി നിന്നെ വളർത്തുമാറാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ.
ആ തക്ക സമയം, ദ കൈറോസ് മൊമെന്റ്. അവർ ഹാർവസ്റ്റ് ഈസ് അറ്റ് ദ കൈറോസ് മൊമെന്റ്. ആ കർത്താവിൻ്റെ സമയത്താ നമ്മുടെ കൊയ്ത്ത്. ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും പ്രതികൂലം കടന്നു വരുമ്പോൾ, പ്രയാസം കടന്നു വരുമ്പോൾ, മടുത്തു പോകുമ്പോൾ, മനസ്സ് മടുത്തു പോകുമ്പോൾ, പലപ്പോഴും തളർന്നു പോകുമ്പോൾ, കർത്താവേ എനിക്കൊരു കൊയ്ത്തുണ്ടോ, എൻ്റെ ഈ കണ്ണുനീരിന് മറുപടി ഉണ്ടോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പറയാം, ഉണ്ട്. തക്ക സമയത്ത് നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഞാൻ ടെസ്റ്റ് മണി പറയണോ വേണ്ടയോ എന്ന് ഒരുപാട് ഡിബേറ്റ് ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ ടെസ്റ്റ് മണിയും കൂടെ പറയാം. കർത്താവ് ഞങ്ങൾക്ക് 2 മക്കളെ ദാനമായി തന്നേക്കുന്നത്. എൻ്റെ വൈഫ് സുനു പുറകിലുണ്ട്. എൻ്റെ മോള് മന്ന 4th ഇയർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന മോൾ ഇമാനുവൽ ഈസ് എ സ്പെഷ്യൽ നീഡ് ചൈൽഡ്. ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് പെർമനൻറ്റ് ഡാമേജ് ടു ഹിസ് ബ്രെയിൻ, moderate to severe speech impairment. There are 3 other diagnoses which I don't want to say in front of everybody. ഞങ്ങൾ ദൈവത്തോട് യോജിച്ചു, കർത്താവേ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് വിശ്വാസത്തിലിറങ്ങി, ഇതാണോ ഞങ്ങൾ കൊയ്യുന്ന കൊയ്ത്ത്? ഞങ്ങൾ നാളുകൾ കരഞ്ഞ നാളുകളുണ്ട്. എൻ്റെ ടെസ്റ്റ് മണിയുടെ ഒരു ഭാഗം റീസെൻ്റ്ലി ദൈവം ചെയ്തൊരു അത്ഭുതം പറയാം. ഈ കാത്തിരിപ്പിനോടുള്ള ബന്ധത്തിൽ സൺഡേ സ്കൂളിൽ ചർച്ചിൽ പോയാൽ അവൻ്റെ പ്രായത്തിലുള്ളത്, അവൻ്റെ പ്രായത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം നേരെ നിന്ന് വാക്യം പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനൊരു വാക്യം പറയാൻ അറിയത്തില്ല. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേച്ച് മൈക്ക് കൊടുത്താൽ മൈക്ക് അപ്പുറത്തിരിക്കുന്ന കൊച്ചിൻ്റെ തലയിൽ അടിച്ചേച്ച് അവനൊരൊറ്റ ഓട്ടം ഓടും. പിന്നെ ഒരാൾ ഈ മൈക്ക് പിടിക്കാൻ പുറകെ ഓടണം. ഞങ്ങളുടെ ചർച്ച് മുഴുവൻ പ്രാർത്ഥിച്ച്, കർത്താവ് ഇമ്മാനുവേൽ ഒരു വാക്യം പറയണം ഈ ചർച്ചിൽ എഴുന്നേറ്റ് നിന്ന്. ഞങ്ങൾ 1 വർഷമല്ല 2 വർഷമല്ല 13, അവനിപ്പോൾ 15 വയസ്സുണ്ട്. അടുത്ത ഈ ഓഗസ്റ്റിൽ 16 വയസ്സാകും. ഞങ്ങൾ 15 വർഷം പ്രാർത്ഥിച്ച ദൈവമക്കളെ, ഞങ്ങൾക്കൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞ് ഞങ്ങളുടെ ചർച്ചിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഒരു വാക്യം പറയണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കണോ? കഴിഞ്ഞ 6 മാസമായിട്ട് അവൻ ചർച്ച് മുമ്പിൽ വന്ന് നിന്ന് ഒരു വാക്യം പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ വാക്യം പറയാൻ തുടങ്ങി. I recognize the kairos moment of my Lord. ഹല്ലേലൂയ. കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിവാക്കി. 2 ആഴ്ച മുമ്പ്, അതോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 2 ആഴ്ച മുമ്പ് ഞാൻ ഇമ്മാനുവലിനോട് ചോദിച്ചു, ഇമ്മാനുവൽ, അവനെ ഒരു വാക്യം പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഇമ്മാനുവൽ, യു ആർ ഗോയിങ് ടു സീ ദിസ് മെമ്മറി വേഴ്സ്. അപ്പോൾ അവൻ എന്നോട് പറയുക, അപ്പോൾ ഐ ആം ഗോയിങ് ടു സേ, I am the Alpha and the Omega. I am the beginning and the end. ഞാൻ പറഞ്ഞു കൊടുത്തതല്ല, ഞാൻ പഠിപ്പിച്ചതല്ല, അവൻ തന്നെ പറഞ്ഞു. ഇന്ന് എനിക്ക് ചർച്ചിൽ പറയണം, I am the Alpha and the Omega. Hallelujah. ഇന്ന് പകൽക്കാലം തലമുറകൾക്ക് വേണ്ടി കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ച് പറയട്ടെ, കുഞ്ഞെ, തക്ക സമയത്ത് നിനക്ക് കൊയ്യുവാനൊരവസരമുണ്ട്. The Kairos moment. കരങ്ങളെ തട്ടി അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിന്റെ സാന്നിധ്യം, ഫീൽ ദ കൈറോസ് മൊമെന്റ്. ആ മൊമെന്റ്, ആ തക്ക സമയം ഇന്ന് പകൽക്കാലം ഒന്ന് ഫീൽ ചെയ്തേ.